നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആസ്ഥാനത്ത് കസേരകളി തുടരുന്നുണ്ടെങ്കിൽ ഭരണം തുടങ്ങി ഡോക്ടർ വി മീനാക്ഷി എന്ന ഡയറക്ടർ. വകുപ്പിലെ ദീർഘാവധികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ വി മീനാക്ഷിയുടെ ആദ്യ സർക്കുലർ. പനിക്കാല അടിയന്തര സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. എല്ലാ മെഡിക്കൽ ഓഫീസർമാരും ആശുപത്രികൾ സന്ദർശിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണമെന്നും ഡോക്ടർമാർ കൃത്യസമയത്ത് OPയിലെത്തണമെന്നും ഡയറക്ടർ നിർദ്ദേശിച്ചു. അഡീഷണൽ ഡയറക്ടർക്കും മെഡിക്കൽ ഓഫീസർമാർക്കുമാണ് ഡയറക്ടർ സർക്കുലർ നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിപ്പ മുതൽ കുരങ്ങുപനി വരെ സംസ്ഥാനം നേരിടുന്ന സമയത്താണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പോലെ ഒരു സുപ്രധാന പദവിയിൽ തർക്കം തുടരുന്നത്. ഡോക്ടർ മീനാക്ഷി മാറാത്തതിനാൽ ഇന്നലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുമായി എത്തിയ ഡോക്ടർ റീനയ്ക്ക് DHSന്റെ കസേരയിൽ ഇരിക്കാനായില്ല. വ്യാഴാഴ്ചയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ റീന KJയെ സ്ഥലം മാറ്റിയത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തത്. ഇന്നലെ രാവിലെ 9:30 ഉത്തരവ് പകർപ്പുമായി ഡോക്ടർ റീന DHS ആസ്ഥാനത്തെത്തിയിരുന്നു. പകരം ചുമതലയുള്ള ഡോക്ടർ മീനാക്ഷി അതിനു മുന്നേ ഓഫീസിലുണ്ടായിരുന്നു. ഡോക്ടർ റീന ട്രിബ്യൂണൽ ഉത്തരവ് കാണിച്ചെങ്കിലും ഡോക്ടർ മീനാക്ഷി കസേര ഒഴിഞ്ഞില്ല. സർക്കാർ ഉത്തരവിറക്കിയാലേ മാറാനാകൂ എന്ന് നിലപാടെടുത്തു. DHS കസേരയിലിരുന്ന് ജോലി തുടർന്നു. ഓഫീസ് സമയം മുഴുവൻ ഡോക്ടർ റീന എതിർവശത്തെ കസേരയിലും ഇരുന്നു. ഉച്ചഭക്ഷണത്തിന് ഡോക്ടർ റീന പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഡോക്ടർ മീനാക്ഷി കസേരയിൽ നിന്ന് എഴുന്നേറ്റത്. ഉച്ചയ്ക്ക് ശേഷവും പഴയ DHSഉം പുതിയ DHSഉം മുഖാമുഖം കസേരകളിലിരുന്നു. ഓഫീസ് സമയം കഴിഞ്ഞാണ് ഡോക്ടർ റീന പുറത്തിറങ്ങിയത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ തർക്കം മൂലം ഇന്ന് DHSൽ നടക്കാനിരുന്ന ഈ പകർച്ചവ്യാധി പ്രതിരോധ യോഗവും മുടങ്ങി. ആരോഗ്യവകുപ്പ് ഡോക്ടർ KJ റീനയുടെ സ്ഥലം മാറ്റത്തിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിലും. സ്ഥലം മാറ്റത്തിനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവിനെതിരെ സമർപ്പിച്ച അപ്പീലിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. 2026 ഫെബ്രുവരിയിൽ KJ റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചു. എക്സ്റ്റൻഷൻ ഇല്ലാതെയാണ് DHS ആയി തുടർന്നത്. എറണാകുളം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ചുമതലയിലേക്ക് മാറ്റിയത് പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത ശേഷമെന്നും അപ്പീലിൽ സർക്കാർ വ്യക്തമാക്കി. അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനിടയിൽ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് കസേരകൾ തുടരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുമായി എത്തിയ ഡോക്ടർ KJ റീനയെ DHS കസേരയിൽ ഇരിക്കാൻ താൽക്കാലികമായി ചുമതലയുള്ള ഡോക്ടർ വി മീനാക്ഷി അനുവദിക്കാത്തതുമൊക്കെ തന്നെ വലിയ സംഭവവികാസമായി മാറുകയാണ്. കാരണം ആരോഗ്യവകുപ്പ് വളരെ നമുക്കറിയാം, ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് മുരളീധരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷ നമുക്കുണ്ട്. ഇതിനു മുമ്പൊക്കെ തന്നെ വീണ ജോർജിന്റെ ആരോഗ്യ വകുപ്പ് മേൽനോട്ടത്തിലൊക്കെ തന്നെ കുത്തഴിയുന്ന ഒരു വിഭാഗമായി കുത്തഴിഞ്ഞ ഒരു പോരാട്ടം പോലെയാണ് അവിടെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വകുപ്പ് മുരളീധരന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെയാണ് നൽകിയത്. പക്ഷേ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പനി ബാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ മത്സ്യം കഴിച്ചുള്ള വയറിളക്കം, ഛർദി തുടങ്ങിയ ആരോഗ്യ മേഖല അങ്ങനെ ജനങ്ങൾ വലയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഈ മേലധികാരികൾ തമ്മിലുള്ള ഈ അടി എന്ന് പറയുന്നത് അത്ര കാലം വെച്ച് പൊറപ്പിക്കാൻ കഴിയാത്തതാണ്. എന്തായാലും എന്താണ് ഇതിൽ സർക്കാർ നിലപാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശദീകരണം നിയമോപദേശം തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പകർച്ചവ്യാധി പ്രതിരോധത്തിന് നിശ്ചയിച്ചിരുന്ന യോഗം മുടങ്ങുന്നതൊന്നും തന്നെ വെച്ചുപൊറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. DHS ഓഫീസിലേക്ക് എത്തിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് കൈമാറി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ മുറിയിലേക്ക് കയറിയപ്പോൾ പക്ഷേ അവിടെ നേരത്തെ എത്തിയ ഡോക്ടർ D മീനാക്ഷി കസേരയിൽ സ്ഥാനം പിടിച്ചിരുന്നു. ട്രിബ്യൂണൽ ഉത്തരവ് ഉണ്ടെന്ന് ഡോക്ടർ റീന അറിയിച്ചെങ്കിലും മാറാൻ ഡോക്ടർ മീനാക്ഷി തയ്യാറായില്ല. സർക്കാർ നിർദ്ദേശം അനുസരിച്ചാണ് താൻ DHS കസേരയിൽ തുടരുന്നത് എന്നായിരുന്നു മീനാക്ഷിയുടെ മറുപടി. തുടർന്ന് സമീപത്തെ കസേരയിൽ ഡോക്ടർ റീനയും ഇരിപ്പുറപ്പിച്ചു. വൈകിട്ട് ഓഫീസ് സമയം കഴിഞ്ഞതുവരെ രണ്ടുപേരും മുഖാമുഖത്തോട് നോക്കിയാണ് അവിടെ ഇരുന്നത്. സ്ഥലം മാറ്റം സ്റ്റേ ചെയ്ത ട്രിബ്യൂണൽ ഉത്തരവ് അനുസരിച്ച് ഡോക്ടർ മീനാക്ഷി 2 ആഴ്ച കൂടി തുടരാമെന്ന് ഇരിക്കെയാണ് ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് ഈ കസേരകളി നടക്കുന്നത്. എന്തായാലും K മുരളീധരന്റെ അദ്ദേഹത്തിന്റെ നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കണം. ഒപ്പം അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഭരണം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സർക്കുലറൊക്കെ തന്നെ ഇറക്കിയിട്ടുമുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. വീണ്ടും കോടതിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നറിയണം. പോലീസും വന്ന് ഇവരെ സമന്വയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും K മുരളീധരന്റെ മന്ത്രിയുടെ വിശദീകരണം ഒന്ന് കേൾക്കാം. അതൊക്കെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. അതിൽ മേലിംഗ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സെഷൻ കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വെച്ചാൽ പിറ്റേന്ന് തൂക്കിക്കൊല്ലും. അതിൻ്റെ മേലെ ഹൈക്കോടതിയുണ്ട്, അതിൻ്റെ മേലെ സുപ്രീം കോടതിയുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ K മുരളീധരൻ ഈ കസാലയിൽ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, സെൻകുമാറിനെ DGP സ്ഥാനത്ത് മാറ്റിയപ്പോൾ പിണറായി രാജിവെച്ചോ? ഇല്ലല്ലോ.
ആ ഒരു തിരിച്ചടിയില്ല, അതിന് മേലെ കോടതിയുണ്ട്. ഞാൻ ഒരു തീരുമാനം, ചില കാര്യങ്ങൾ ക്വിക്കായിട്ടുള്ള തീരുമാനം എടുക്കണം. ഞാൻ ആ ശൈലിക്കാരനാണ്. ആ തീരുമാനം ഇനിയും ഉണ്ടാവും. ഈ കസയിലുള്ളിടത്തോളം കാലം ക്വിക്കായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയത്ത് ക്വിക്കായ തീരുമാനം എടുത്തിരിക്കും. തുരപ്പം പണി നടത്തുന്ന ആരും ഈ കസയിൽ ഇരുത്തില്ല. ആ അതൊക്കെ ബാക്കിയുള്ള മേൽക്കോടതിയിൽ പറഞ്ഞോളാം. ആരാ ഒപ്പിട്ടവരാരാ? ഞങ്ങളാണോ? ഒപ്പിട്ട് ആദ്യത്തെ ഒരു കോട്ടയും വാങ്ങി. അതെന്താ തടസ്സം തടഞ്ഞു വയ്ക്കാൻ കാരണം എന്തായിരുന്നു? SSA ഇതിൽ ഒപ്പിടാണ്ട് തരില്ല എന്ന് പറഞ്ഞു. വേഗം പോയിട്ട് ഒപ്പിട്ടു. മാത്രമല്ല ഞാൻ പറയാം, തലയിൽ കൊണ്ടിട്ടല്ലേ പോയിട്ട് ഒപ്പിട്ടെ. ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രി രാജ്യം ചോദിക്കുകയാണ് അന്ന്, ഒപ്പിട്ടോ, നമുക്ക് പിന്നെ ആലോചിക്കാം. ഇതങ്ങനെയല്ല, ഞങ്ങൾ കൂട്ടായി തീരുമാനം എടുത്തു. ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കുന്നു. ഒപ്പിട്ട സ്ഥിതിക്ക് എനിക്ക് പിന്മാറാൻ നിവർത്തിയില്ല. അതുകൊണ്ട് പക്ഷേ സിലബസ് നിർണ്ണയത്തിലൊക്കെ ശക്തമായിട്ടുള്ള തീരുമാനം കേരള ഗവൺമെൻറ് ഉണ്ട്. പഠിപ്പിക്കേണ്ട എന്ന് കേന്ദ്രം പറഞ്ഞാൽ പഠിപ്പിക്കേണ്ട വിഷയമാണെങ്കിൽ പഠിപ്പിക്കും. അതിൽ മുഗൾ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. സുപ്രീം കോടതിയിൽ പോലും കേരളം ഈ വിഷയം ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യം, കേന്ദ്രം പോലും അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. KM ഷാജി ഒരു സ്റ്റേറ്റ്മെന്റ് കിടന്ന് കളിക്കുന്നുണ്ട്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒപ്പിട്ടൊരു വിഷയത്തിൽ പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത് ക്യാബിനറ്റ് തീരുമാനമാണ്. ഞാൻ ക്യാബിനറ്റിൽ അംഗമാണ്. ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പാർട്ടി മുന്നണി മാത്രമല്ല, ഗവൺമെൻറ് തീരുമാനം എടുത്താൽ ആ ഗവൺമെൻറ് തീരുമാനത്തിൽ നിന്നും മന്ത്രിമാർക്ക് പുറകോട്ട് പോകാൻ സാധ്യമല്ല. ഞങ്ങൾ ആലോചിച്ച് മണിക്കൂറുകൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാതെ നിവർത്തിയില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലും സുതാര്യമായിട്ടുള്ള സമീപനം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞാൽ പഠിപ്പിക്കേണ്ട വിഷയം തീരുമാനിക്കുന്ന ഞങ്ങളാണ്. ഏത് വിദ്യാലയം തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. ശിവൻകുട്ടി പറഞ്ഞ ഇപ്പോൾ ഒഴുങ്ങി. ശിവൻകുട്ടിയാണ് പോയിട്ട് ഒപ്പിട്ടെ. അല്ല ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒപ്പിട്ടത് ഫൈനലാണ്. അല്ല ആര് വിചാരിച്ചാൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ല. സംസ്ഥാനത്തെ ചില സ്വകാര്യ ആശുപത്രികളിൽ EDയുടെ പരിശോധന നടക്കട്ടെ, നടന്നിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടട്ടെ, പരിശോധിക്കാം. സമരം നടത്തുന്ന അവിടെ ആൾക്കാർ സമരം നടത്തുന്നവരുടെ കാര്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് സാധാരണക്കാരുടെ ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് ഫലപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ വകുപ്പിന് മാറി നിൽക്കാൻ കഴിയില്ല. എന്നാൽ അതുപോലെ തന്നെ നഴ്സുമാരുടെ കാര്യങ്ങൾ ഗവൺമെൻറ് പരിഗണനയിലുണ്ട്. അതിൽ ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ മാനേജ്മെൻറ്റ് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, നഴ്സുമാരുടെ കാര്യങ്ങൾ ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ തീരുമാനം ഉണ്ടാവും.